മരിച്ചുപോയ കലാകാരൻ സുധിയുടെ മകൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം മൂന്നാനമ്മയായ രേണുവിന്റെ വീട്ടുകാരും കുറച്ച് എക്സ്പോസ് ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു കേസിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏപ്പടം പിടിക്കുക, സബ്സ്ക്രിപ്ഷൻ ഓണാക്കി കൊണ്ടുവരുന്നാടെ വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ മരിച്ചുപോയ സുധി എന്ന് പറയുന്ന കലാകാരന്റെ ഭാര്യ എന്നുള്ള ഒരു സഹതാപത്തിന്റെ പേരിൽ ഒരുപാട് പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു നല്ല ബെറ്റർ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും ഇതെല്ലാം ഫോളോ ചെയ്ത് ഒരുപാട് പേര് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സപ്പോർട്ട് വാങ്ങിച്ച് കൂട്ടിയിട്ട് ആ അത്രയും ഫോളോവേഴ്സും അത്രയും ഫെയിമും ഒക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ കാണിക്കുന്ന ഈ തോന്നിവാസം, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളത് കാണിച്ചോ, നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് സഹതാപത്തിന്റെ പേരിൽ കുറെ ഫെയിം ഉണ്ടാക്കി ഷോർട്ട് ഫിലിമുകളൊക്കെ അഭിനയിക്കുന്നു, ഷോർട്ട് ഫിലിം പോലത്തെ ഏപ്പടങ്ങളൊക്കെ അഭിനയിക്കുന്നു, സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കുന്നു, ഫോട്ടോസ് ഇടുന്നു, അത് കാണിക്കുന്നു, ഇത് കാണിക്കുന്നു. ഓക്കെ, ഞങ്ങളുടെ ഇഷ്ടം. ബട്ട് ആ മരിച്ചുപോയ ആളിന്റെ പേര് വെച്ചിട്ട് കിട്ടാനുള്ള സഹതാപമൊക്കെ കാണിച്ചെടുത്തില്ലേ, പൈസകളൊക്കെ ഒപ്പിക്കാനുള്ളതൊക്കെ ഒപ്പിച്ചെടുത്തില്ലേ, ഒരു ഫെയിം ഉണ്ടാക്കാനുള്ള ഫെയിമും ഒക്കെ കിട്ടിയില്ലേ. ഇനിയെങ്കിലും ജനിപ്പിച്ച തന്തയുടെ പേരിലോട്ട് പോകും തിരിച്ച്. പുള്ളിക്കാരൻ്റെ പേരും കൂടെ ചേർത്ത് നിങ്ങളുടെ പേരിലിടാതിരിക്കുക. കാരണം രേണു സുധി എന്ന് ചേർത്ത് വിളിച്ചാണ് ആൾക്കാർ ചീത്ത വിളിക്കുന്നത്. അറ്റ്ലീസ്റ്റ് കുറച്ചുകൂടി ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ തോന്നിയാസം കാണിക്കുമ്പോൾ ജനിപ്പിച്ച തന്തയുടെ പേരിലോട്ട് പേര് മാറ്റുക, സുധി എന്നുള്ള പേരെടുത്ത് കളയുക.